ഖത്തറിൽ നിന്ന് അബ്ബാസ് മുഹമ്മദ് നമുക്കൊപ്പം ചേരുകയാണ്. അബ്ബാസ്, ഖത്തറിലെ നിലവിലെ അവസ്ഥ എന്താണ്? അവിടെ പൊതുപരിപാടികൾ തൽക്കാലം നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയതായി അൽ ജസീറ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സംബന്ധിച്ച് ഒരു ഔദ്യോഗിക ഒരു അറിയിപ്പ് വന്നിട്ടുണ്ടോ? മറ്റേതെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾ അവിടെ വൈകിട്ട് ഉണ്ടായതിനു ശേഷം പിന്നീട് ഉണ്ടായിട്ടുണ്ടോ? വൈകിട്ട് ഇവിടെ ഒരു ഒഫീഷ്യൽ അറിയിപ്പ് പ്രകാരം തേർഡ് വേവ് ഓഫ് അറ്റാക്ക് ഉണ്ടായി എന്നുള്ളതാണ് ഇവിടുത്തെ പ്രതിരോധ മന്ത്രാലയം പുറത്തിറക്കുന്ന ഒരു ഒഫീഷ്യൽ അറിയിപ്പ് എന്ന് പറയുന്നത്. അഥവാ ഒന്നാം ആക്രമണ തരംഗം, രണ്ടാം ആക്രമണ തരംഗം, മൂന്നാം ആക്രമണ തരംഗം ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ചതാണ്. ഈ മൂന്നാം ആക്രമണ തരംഗം വരെയുള്ള റിപ്പോർട്ടുകളാണ് ഇവിടുത്തെ പ്രതിരോധ മന്ത്രാലയം ഒഫീഷ്യൽ ട്വിറ്റർ അക്കൗണ്ട് വഴി അവരുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ വഴി പങ്കുവച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഈ ഓരോ വേവ് ഓഫ് അറ്റാക്കിലും 4 or 5 തവണ ഈ മിസൈലുകളെ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്ന ശബ്ദം നമ്മൾ കേൾക്കുന്നുണ്ട്. അത് ദോഹ നമുക്കറിയാം അത്ര വലിയൊരു സ്ഥലമല്ല. നമുക്കെല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വളരെ വേഗത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന ഡെമോഗ്രഫിക്കലായിട്ടുള്ള അത്ര അടുത്തൊരു സ്ഥലമാണ് ദോഹയും ദോഹയുടെ പരിസര പ്രദേശങ്ങളും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ആകാശത്തു കൂടെ പോകുന്ന ഈ ബാലിസ്റ്റിക് മിസൈലുകൾ നമുക്ക് ശരിക്കും കാണാൻ സാധിക്കും. അതുമാത്രമല്ല, അതിനെ ഇവിടെയുള്ള ഖത്തറിൻ്റെ മിസൈൽ വേദ പ്രതിരോധ സംവിധാനത്തിൽ നിന്നുള്ള ഇൻ്റർസെപ്റ്റ് മിസൈലുകൾ തകർക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ഈ മിസൈലുകൾ നിരവധി തവണ ഇന്ന് രാവിലെ മുതൽ വൈകിട്ട് വരെ പല തവണയായിട്ട് ആകാശത്ത് വെച്ച് ഇതിന് ഇൻ്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഇൻ്റർസെപ്റ്റ് ചെയ്ത മിസൈലുകളുടെ അവശിഷ്ടങ്ങൾ ഇങ്ങനെ പലയിടത്തും വീണിട്ടുമുണ്ട്. അത് ജനവാസ മേഖലയിൽ അടക്കമുള്ള സ്ഥലങ്ങളിൽ വീണിട്ടുണ്ട്. അൽ ജസീറ അടക്കമുള്ള മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, നമ്മളത് കണ്ടിട്ടുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഏതെങ്കിലും തരത്തിലുള്ള നേരിട്ടുള്ളൊരു അറ്റാക്ക്, ഒരാക്രമണം, ഒരു ബാലിസ്റ്റിക് മിസൈൽ ഇവിടെ വന്ന് പതിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇവിടുന്ന് ഇറാനിൽ നിന്ന് വന്ന എല്ലാ തരത്തിലുള്ള മിസൈലുകളും, ബാലിസ്റ്റിക് മിസൈലുകളും ആകാശത്ത് തന്നെ ഖത്തർ സേന ഇൻ്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അവശിഷ്ടങ്ങളാണ് ചെറിയ രീതിയിൽ ചിലയിടങ്ങളിൽ പതിക്കുകയും അവിടെ കാറുകൾക്കൊക്കെ മുകളിൽ വീണ് അവിടെ ഒരു ഫയർ ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു വിഷ്വൽസൊക്കെ നമ്മൾ കാണുന്നത്. ഇതാണ് ഖത്തറിൽ നിന്ന് നമ്മൾ പ്രധാനമായി മനസ്സിലാക്കേണ്ട സംഗതി. അഥവാ ഇവിടെ നേരിട്ടുള്ള ഒരു അറ്റാക്ക് ലാൻഡിൽ പതിച്ചിട്ടില്ല, എല്ലാം ആകാശത്ത് വെച്ച് നിഷ്ഫലമാക്കുകയോ നിർവീര്യമാക്കുകയോ ചെയ്തിട്ടുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇത് ഇപ്പോൾ നോമ്പ് തുറ ഒക്കെ നമ്മൾ നടത്തുന്ന ആ സമയത്ത് വരെ ഇങ്ങനെ ആകാശത്തുള്ള ശബ്ദങ്ങൾ നമ്മൾ കേട്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവിടുത്തെ സമയം ഏകദേശം 9 മണിയാകുന്നു. ഇപ്പോൾ നിലവിൽ അങ്ങനെ ഒരു ശബ്ദങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും നമ്മൾ കേൾക്കുന്നില്ല. എന്നാൽ ഇവിടുത്തെ സാധാരണക്കാരോട്, ഇവിടുത്തെ പ്രവാസികളോട്, ഇവിടുത്തെ പൗരന്മാരോട് അതിജാഗ്രതയോടെ ഇരിക്കാൻ ഖത്തർ ഭരണകൂടം, ഖത്തർ ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. അവർ ഒരു നിർദ്ദേശം വൈകുന്നേരം പുതുക്കിയ നിർദ്ദേശം കൂടി പുറപ്പെടുവിച്ചു. അഥവാ പരമാവധി നിങ്ങൾ അകത്ത് തന്നെ കഴിയണം, പുറത്തേക്ക് ഇറങ്ങരുത്. ഈ ഒരു കലുഷിതമായ സാഹചര്യത്തിൽ പുറത്തേക്ക് ഇറങ്ങരുത് എന്നതിനോടൊപ്പം തന്നെ ഡോറുകൾക്കകത്ത്, ജനവാതിലുകൾക്കകത്ത്, അതുപോലെ തുറസ്സായ സ്ഥലങ്ങളിൽ ഇവിടെയൊന്നും നിൽക്കാനും പാടില്ല എന്നുകൂടി ഈ ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ ഈ നിർദ്ദേശത്തിൽ പറയുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാം, ആളുകളുടെ കൗതുകത്തിന് വേണ്ടിയൊക്കെ പുറത്തിറങ്ങുന്നൊരു സിറ്റുവേഷനൊക്കെ ഉണ്ടാകാം. പക്ഷേ ഇത് നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. ഇവിടെ നിന്ന് ഇറാനിലെ ബോർഡറിലേക്ക് 1000-ലേറെ കിലോമീറ്ററൊക്കെ സഞ്ചരിച്ചിട്ടാണ് ഈ മിസൈലുകൾ വരുന്നത്. അതിൻ്റെ ഡെബ്രിസ്, അതിൻ്റെ ഈ അവശിഷ്ടങ്ങൾ താഴെ കിടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടത് യാതൊരു തരത്തിലുള്ള എൻഗേജ്മെൻറ്റുകൾ ഉണ്ടാകരുത് എന്ന് ഇവിടുത്തെ ഭരണകൂടത്തിന് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് അവർ ഇത്തരത്തിൽ ഓരോ ഘട്ടത്തിലും ഇവരുടെ പൗരന്മാരെ ബോധവൽക്കരിക്കുന്നത്. എന്നത് മാത്രമല്ല, ഇത്തരം അവശിഷ്ടങ്ങൾ പലയിടത്തും കാണപ്പെടുന്നുണ്ട്. ഈ കാണപ്പെടുന്ന അവശിഷ്ടങ്ങളുടെ അടുത്തേക്ക് ഒരു തരത്തിലും അങ്ങോട്ട് അടുത്തേക്ക് പോകരുത് എന്നും അതിനെ തുടരുത് എന്നും കർശനമായ നിർദ്ദേശമുണ്ട്. എന്നത് മാത്രമല്ല, ഇങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള അവശിഷ്ടങ്ങൾ കണ്ടു കഴിഞ്ഞാൽ 999 എന്ന് പറയുന്ന നമ്പറിലേക്ക് ബന്ധപ്പെടണം എന്നുകൂടി ആഭ്യന്തര മന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് കർശനമായി പാലിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെടുക കൂടിയാണ്. കാരണം അതിലൊക്കെ ഫയറിൻ്റെ ഒക്കെ ഒരു അംശം ഉണ്ടാവും. അത് ഏതെല്ലാം തരത്തിലാണ് അത് വർക്കാവുക അത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മളൊരു കൗതുകത്തിന് പോലും അത്തരം കാര്യങ്ങളുടെ അടുത്തേക്കോ അത്തരം അവശിഷ്ടങ്ങളുടെ ഭാഗത്തേക്കോ നമ്മൾ നീങ്ങാൻ പാടില്ല എന്നുള്ളതാണ് ഈ ആഭ്യന്തര മന്ത്രാലയം പുറപ്പെടുവിച്ചിട്ടുള്ളത്. കർശനമായി പാലിക്കുകയും വേണം. ഇതാണ് ഇവിടുത്തെ ഒരു അറ്റാക്കിൻ്റെ സ്ഥിതി എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മനസ്സിലാക്കേണ്ടത്, ഒരു ഘട്ടത്തിൽ പോലും ഇവിടുത്തെ ഖത്തറിൻ്റെ മണ്ണിലൊരു മിസൈൽ ആക്രമണം ഉണ്ടായിട്ടില്ല. എല്ലാ ആക്രമണങ്ങളും
ആകാശത്ത് വെച്ച് തകർക്കുന്ന ഒരു സംവിധാനമാണ്. ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ ഡിഫൻസ് സിസ്റ്റമാണ്, എയർ ഡിഫൻസ് സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. അത് ലോകത്ത് തന്നെ അത്യന്താധുനികമായ ഒരു എയർ ഡിഫൻസ് സിസ്റ്റമാണ്. അത് വെച്ചിട്ടാണ് ഈ ഇറാനിൽ നിന്ന് വരുന്ന മിസൈലുകളെ നിലവിൽ പ്രതിരോധിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് ഒന്നാമത്തെ കാര്യമാണ്. രണ്ടാമത്തേത് ഇവിടുത്തെ അധികാരികൾക്ക് പുറപ്പെടുവിക്കുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങളാണ്. ഇവിടുത്തെ പ്രതിരോധ മന്ത്രാലയം, ആഭ്യന്തര മന്ത്രാലയം, വാണിജ്യ മന്ത്രാലയം ഒക്കെ സമയാസമയങ്ങളിൽ പൗരന്മാർക്ക്, പ്രവാസികൾക്ക് ഒക്കെ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഈ അവശ്യ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടി യാതൊരു തരത്തിലുള്ള പരിഭ്രാന്തിയും വേണ്ടതില്ല. ആവശ്യത്തിനുള്ള സ്റ്റോക്കുകൾ ഇവിടെയുണ്ട്, ഈ രാജ്യത്തുണ്ട്. അതുകൊണ്ട് പരിഭ്രാന്തി വേണ്ട എന്നത് മാത്രമല്ല, ഖത്തറിലുടനീളം 33 ഔട്ട്ലെറ്റുകൾ, റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ 24 മണിക്കൂറും തുറന്ന് പ്രവർത്തിക്കുമെന്നുകൂടി വാണിജ്യ മന്ത്രാലയം കുറച്ചു മുമ്പ് ട്വിറ്റർ കുറിപ്പിൽ അറിയിച്ചിട്ടുണ്ട്. അൽമീറ പോലെയുള്ള, അതുപോലെ ലുലു ഹൈപ്പർ മാർക്കറ്റ് പോലെയുള്ള സ്ഥാപനങ്ങൾ, വലിയ സ്ഥാപനങ്ങൾ 24 മണിക്കൂറും പ്രവർത്തിക്കുമെന്നാണ് പൊതുജനങ്ങളോട് വാണിജ്യ മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത്. ഖത്തറിൽ ഇപ്പോൾ വലിയ പ്രശ്നങ്ങളില്ല. അതായത് നേരത്തെ 3 തവണ അവിടെ ഒരു അറ്റാക്കിനുള്ള ശ്രമം ഉണ്ടായിരുന്നു.